പ്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ 26ാമത് ഓർമ്മ പെരുന്നാളിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനി കോഴഞ്ചേരിയിൽ തേർവേലിൽ കുടുംബത്തിൽ ജനിച്ചു. തൻ്റെ ബാല്യകാലവും വിദ്യാഭ്യാസ കാലഘട്ടവും ഒക്കെ പിന്നിട്ട് വൈദ്യ സെമിനാരി വിദ്യാഭ്യാസം നേടുകയും പുരോഹിതനായി ബഹ്റിൻ സെന്റ് മേരീസ് പള്ളി ഉൾപ്പെടെയുള്ള പല ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസനത്തിലെയും അക്കാലത്തെ തുമ്പോൺ ഭദ്രാസനത്തിലെയും വിവിധ ദേവാലയങ്ങളിൽ വൈദികനായി ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു. 1970 അഭിയം തിരുവനന്തപുരത്തുകൊണ്ട് തനിക്ക് പിതൃസ്വത്തായി ലഭിച്ച റാന്നിയിലുള്ള വസ്തുക്കളും ചേർത്ത് ഹോളി ട്രിനിറ്റി ആശ്രമം സ്ഥാപിച്ചു. 1978 മെയ് മാസം 15-ാം തീയതി പഴഞ്ഞി സെന്റ് മേരീസ് ഇടവകയിൽ വെച്ച് മറ്റ് 4 പേരോടൊപ്പം അഭിയന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് എന്ന പേരിൽ അഭിയന്യ തിരുമേനി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. 79 ജനുവരി 1 മുതൽ 1999 ജൂലൈ 23 കാലം ചെയ്യുന്നവരേക്കുള്ള 20 വർഷക്കാലം തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പോലീത്തയായി അഭിയം തിരുവനന്തപുരത്തുകൊണ്ട് സഭയിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഒരു പുരോഹിതനായിരുന്ന കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് 1970-കളിലെ സഭയിൽ കലുഷിതമായിരുന്ന ചില പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിൽ വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ധീരമായ നേതൃത്വം നൽകുകയും ശക്തമായ വചന ശുശ്രൂഷയിലൂടെ വിശ്വാസികളെ പ്രബോധനത്തിൽ കൊണ്ടുവന്ന് നിലനിർത്തുകയും ചെയ്തിരുന്ന കാലഘട്ടം പഴയ തലമുറയിൽപ്പെടുന്നവരൊക്കെയും ഓർക്കുന്നുണ്ടാകും. തിരുമേനി എഴുതിയ ഒരു പുസ്തകമാണ് മാർ മത്തായി ശ്ലീഹായുടെ പ്രവൃത്തിയും രക്തസാക്ഷി മരണവും എന്ന ഈ പുസ്തകം. തിരുമേനിയുടെ മാതൃദേവാലയമാകുന്ന കോഴഞ്ചേരിയിലുള്ള ദേവാലയം മത്തായി ശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയമാണ്. തിരുവനന്തപുരത്തുകൊണ്ട് വിശുദ്ധ നാട്ടിൽ പഠനത്തിന് വേണ്ടി സമയം ചിലവഴിച്ച കാലഘട്ടത്തിൽ മത്തായി ശ്ലീഹയെ പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിൻ്റെ ഒരു വിവർത്തനമായിട്ട് ഹോളി ട്രിനിറ്റി ആശ്രമത്തിൻ്റെ പബ്ലിക്കേഷനായിട്ട് 1976 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മാർ മത്തായി ശ്ലീഹായുടെ പ്രവൃത്തിയും രക്തസാക്ഷി മരണവും എന്ന ഈ ഗ്രന്ഥം. അഭിയന്യ തിരുമനസ്സുകൊണ്ട് ഹോളി ട്രിനിറ്റി ആശ്രമം 1970 സ്ഥാപിച്ചു. ഈ ആശ്രമ സമൂഹത്തിൽ തന്നെ തിരുവനന്തപുരത്തുകൊണ്ട് തൻ്റെ അന്ത്യവിശ്രമം ഇവിടെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു. തിരുവനന്തപുരം ഭദ്രാസന കേന്ദ്രത്തിൽ വെച്ചാണ് 1999 ജൂലൈ മാസം 23-ാം തീയതി തിരുവേനി കാലം ചെയ്തതെങ്കിൽ തന്നെയും തിരുവേനിയുടെ ആഗ്രഹപ്രകാരം ഭൗതിക ശരീരം റാന്നിയിൽ കൊണ്ടുവന്ന് ഹോളി ട്രിനിറ്റി ആശ്രമത്തിൻ്റെ ചാപ്പലിനോട് ചേർന്ന് ഭൗതിക ശരീരം സംസ്കരിക്കുകയാണ് ചെയ്തത്. അഭിയം തിരുവേനിയുടെ ഓർമ്മ പെരുന്നാൾ തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉള്ളൂർ അരമനയിൽ വെച്ചും, അതുപോലെ തന്നെ തിരുവേനി സ്ഥാപിച്ച ഭദ്രാസനത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആയൂർ ഇടമുളയ്ക്കൽ VMDM സെന്റർ, വട്ടശ്ശേരി മാർ ഡൈനീഷ്യസ് ചർച്ച് സെന്റർ, അവിടെയും ആചരിക്കപ്പെടുന്നു. 22, 23 തീയതികളാണ് ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ വെച്ച് തിരുവേണി പെരുന്നാൾ ആചരിക്കുന്നത്. ഈ വർഷത്തെ പെരുന്നാളിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 2024 അഭിയം തിരുവേനിയുടെ ചരമ രജത ജൂബിലി വർഷമായിരുന്നു. അതിനോടനുബന്ധിച്ച് തൃത്വാശ്രമത്തിലെ വിശ്വാസധീരൻ എന്ന പേരിൽ
തിരുവേദിയെ പറ്റിയുള്ള സമഗ്രമായ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട ബിജു പി തോമസ് അച്ഛനാണ് ഈ പുസ്തകത്തിന്റെ ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ചത്. വളരെ ആധികാരികമായിട്ട് അഭിയന്യ ദിയോസ്കോറോസ് തിരുവേദിയെ പറ്റിയുള്ള അനേകം പിതാക്കന്മാരുടെയും സമകാലീനരുടെയും ഒക്കെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഈ തൃത്വാശ്രമത്തിലെ വിശ്വാസധീരൻ എന്ന ഈ പുസ്തകം. അഭിയന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിക്കാനുള്ള സമയം ഇവിടെയില്ല. തിരുത്തര ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ ദേവാലയങ്ങളുടെ പുനരുദ്ധാരണത്തിന്, സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നതിന്, വസ്തുക്കൾ സമ്പാദിക്കുന്നതിന്, വിശ്വാസികളെ സഭയിൽ നിലനിർത്തുന്നതിന്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ തിരുമേനി തന്റെ ജീവിതം അതിനായി സമർപ്പിച്ചു. ഒപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി സന്യാസ സമൂഹങ്ങൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഹോളി ട്രിനിറ്റി ആശ്രമം റാന്നിയിലും ഹോളി ക്രോസ് കോൺവെന്റ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. സന്യാസം വൈദികരെയും സന്യാസിനിമാരെയും അങ്ങനെ അവരുടെ ശുശ്രൂഷ സഭയ്ക്ക് ആവശ്യമാണെന്ന തിരിച്ചറിവോടുകൂടി ഇതെല്ലാം നിർവഹിച്ചു. അഭ്യു തിരുവേനിയുടെ പ്രാർത്ഥനയെ മധ്യസ്ഥപ്പെടുന്നു. തിരുവേനിയുടെ ഓർമ്മയ്ക്ക് ഓർമ്മ പെരുന്നാളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2025 ജൂലൈ മാസം 22, 23 തീയതിയിൽ നടക്കുന്ന പെരുന്നാൾ ചടങ്ങുകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാന നേതൃത്വത്തിൽ എല്ലാ വർഷം നടക്കുന്ന പവനസ്മരണ റാലി 22-ാം തീയതി 11 മണിക്ക് ഇടമുളയ്ക്കൽ BMDF സെന്ററിൽ നിന്ന് ആരംഭിച്ച് 3 മണിയോടുകൂടി ഹോളി ട്രിനിറ്റി ആശ്രമത്തിലൂടെ എത്തിച്ചേരും. ആ ദിവസവും 23-ാം തീയതി നടക്കുന്ന വിശുദ്ധ കുർബാന സമാപന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.